നമസ്കാരം, വീക്കിലി ട്രെൻഡ്സിലേക്ക് സ്വാഗതം. റെക്കോർഡുകൾ തുടർക്കഥയാക്കിയ ദലാൽ സ്ട്രീറ്റിനെ പോയ വാരം കരടികൾ കീഴടക്കി. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ അനിയന്ത്രിതമായ റീറ്റെയിൽ ട്രേഡിംഗിന് വിരാമമിടുന്നതിന് വേണ്ടി സെബി നടപ്പിലാക്കിയ പരിഷ്കരണ നടപടികളും സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് ചൈന അവതരിപ്പിച്ച സ്റ്റിമുലസ് പാക്കേജും വിദേശ നിക്ഷേപകരെ ആഭ്യന്തര വിപണിയിൽ നിന്നും പിന്തിരിപ്പിച്ചു. വിദേശ നിക്ഷേപകരുടെ കനത്ത വിറ്റൊഴിക്കൽ സൂചികളിൽ വിൽപ്പനാ സമ്മർദ്ദം ചെലുത്തി. ഇതിനോടൊപ്പം ഇറാൻ-ഇസ്രയേൽ സംഘർഷം വീണ്ടും ആഗോളതലത്തിൽ ഭീതി ഉയർത്തുന്നതും സ്ഥിതി കൂടുതൽ വഷളാകുന്നതിലേക്ക് നയിച്ചു. 37 സെഷനുകളിൽ ഉണ്ടായ നിഫ്റ്റിയിലെ 1000 പോയിന്റ് റാലി വെറും 5 സെഷനുകൾ കൊണ്ട് തകർന്നു. 26,200 മറികടന്നുകൊണ്ട് കുതിച്ച നിഫ്റ്റി 25,000 കൈവിട്ടുകൊണ്ട് കൂപ്പുകുത്തി. 5 സെഷനുകളിലും ഇടിവിൽ അവസാനിച്ച നിഫ്റ്റി പ്രതിവാര അടിസ്ഥാനത്തിൽ 4.45% നഷ്ടം പ്രകടമാക്കി. 2022 ജൂണിന് ശേഷമുള്ള കനത്ത പ്രതിവാര ഇടിവാണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. വാരാടിസ്ഥാനത്തിൽ 2300 പോയിന്റുകളുടെ ഇടിവിൽ നിഫ്റ്റി ബാങ്ക് സൂചികയും വ്യാപാരം അവസാനിപ്പിച്ചു. 4.4% നഷ്ടമാണ് ബാങ്ക് സൂചികയിൽ ഉണ്ടായത്. ചുവപ്പ് പടർന്ന സൂചികകളിൽ ഏറ്റവും അധികം വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടത് റിയൽറ്റി സൂചികയ്ക്കാണ്. 7.77% ഇടിവാണ് പ്രകടമാക്കിയത്. 6% നഷ്ടം രേഖപ്പെടുത്തി ഓട്ടോ സൂചികയും 5%-ലധികം നഷ്ടം രേഖപ്പെടുത്തി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും മുൻനിരയിലെത്തി. വർദ്ധിച്ചു വരുന്ന യുദ്ധഭീതി അമേരിക്കൻ സൂചികളെ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ അപ്രതീക്ഷിതമായി കരുത്ത് പ്രാപിച്ച തൊഴിൽ വിപണിയുടെ ഡാറ്റകൾ US വിപണിക്ക് തുണയായി. തൊഴിൽ വിപണിയുടെ തിരിച്ചുവരവ് മാന്ദ്യ ഭീഷണിയെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് സഹായിച്ചു. വാരാന്ത്യത്തിൽ സൂചികൾ ശക്തമായി മുന്നേറി സർവകാല ഉയരത്തിൽ അവസാനിച്ച ഡൗ ജോൺസും ഒപ്പം മറ്റ് പ്രധാന സൂചികളും പ്രതിവാര അടിസ്ഥാനത്തിൽ ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 0.09% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് കോമ്പോസൈറ്റ് 0.01% നേട്ടത്തിലും അവസാനിച്ചു. S&P 500 സൂചിക 0.22% നേട്ടവുമാണ് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ആഴ്ചയിൽ ഒക്ടോബർ 8 വരുന്ന റിയൽ ക്ലിയർ മാർക്കറ്റ്സ് അഥവാ TIPP എക്കണോമിക് ഒപ്റ്റിമിസം ഇൻഡെക്സ് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള അമേരിക്കക്കാരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും അളക്കുന്നു. രാജ്യവ്യാപകമായി 1300 മുതിർന്നവരിൽ നടത്തിയ സർവേ അടിസ്ഥാനമാക്കിയുള്ള സൂചിക 6 മാസത്തെ സാമ്പത്തിക വീക്ഷണം, വ്യക്തിഗത സാമ്പത്തിക വീക്ഷണം, ഫെഡറൽ സാമ്പത്തിക നയങ്ങളിലുള്ള വിശ്വാസം എന്നിവ വിലയിരുത്തുന്നു. 50-ന് മുകളിലുള്ള റീഡിംഗ് എക്കണോമിയിലുള്ള കോൺഫിഡൻസിനെയും 50-ന് താഴെ കോൺഫിഡൻസ് കുറവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. സെപ്റ്റംബറിൽ ഈ ഡാറ്റയിൽ നേരിയ വളർച്ച രേഖപ്പെടുത്തിയിരുന്നു. മാന്ദ്യ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഡാറ്റ നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. ഒക്ടോബർ 9-ന് വരുന്ന FOMC മീറ്റിംഗ് മിനിറ്റ്സ് ആണ് വിപണി ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന ഡാറ്റ. മോണിറ്ററി പോളിസിയുടെ മീറ്റിംഗിന്റെ വിശദമായ ഡാറ്റയാണിത്. FOMCയുടെ സ്റ്റാൻസിനെ കുറിച്ചുള്ള വിശദമായ കണക്കുകൾ മിനിറ്റ്സിൽ നിന്നും ലഭിക്കുന്നു. അതിനാൽ ഭാവിയിലെ പലിശ നിരക്ക് തീരുമാനങ്ങളുടെ ഫലത്തെക്കുറിച്ചുള്ള സൂചനകൾക്കായി അനലിസ്റ്റുകൾ ഈ ഡാറ്റയെ ശ്രദ്ധാപൂർവം പരിശോധിക്കുന്നു. ഒക്ടോബർ 10-ന് US-ന്റെ CPI കോർ CPI കണക്കുകൾ പ്രസിദ്ധീകരിക്കും. 2.3% CPIയുടെ അനുമാന നിരക്ക്. കോർ CPIയിൽ 3.1% പ്രതീക്ഷിക്കുന്നു. ഓഗസ്റ്റിനേക്കാൾ നേരിയ കുറവാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അന്നേ ദിവസം തന്നെ വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വിപണി ശ്രദ്ധ ആകർഷിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഡാറ്റയിൽ ഉണ്ടായ വർധനവ് നിക്ഷേപകർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഒക്ടോബർ 11-ന് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, കോർ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും പ്രസിദ്ധീകരിക്കും. ഒരു പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്നും എക്കണോമിയിലുള്ള ഡിമാൻഡിനെയാണ് ഈ ഡാറ്റയിലൂടെ മെഷർ ചെയ്യുന്നത്. ഒപ്പം പ്രൊഡ്യൂസറിന്റെ അസംസ്കൃത വസ്തുക്കളുടെ ചിലവും ഈ ഡാറ്റയിലൂടെ വിലയിരുത്താം. ചിലവ് ഉയരുകയാണെങ്കിൽ ചിലത് നിർമ്മാതാവ് അബ്സോർബ് ചെയ്യും, ചിലത് വില വർധനയിലൂടെ ഉപഭോക്താവിന് കൈമാറും. ഇനി ഇൻപുട്ട് ചെലവ് കുറയുകയാണെങ്കിൽ ചില ഇടിവ് നിർമ്മാതാവ് ലാഭവിഹിതമായി ആസ്വദിക്കുകയും കുറഞ്ഞ വില ഈടാക്കുകയും ചെയ്യും. PPI ഉപഭോക്തൃ വിലയെ സ്വാധീനിക്കുന്നു. ഫെഡ് ഈ ഡാറ്റ നിരീക്ഷിക്കുന്നതിനാൽ വിപണി ശ്രദ്ധയും ആകർഷിക്കും. US വിപണികളുടെ ഊർജം യൂറോപ്യൻ വിപണികളിൽ കാണാൻ സാധിച്ചില്ല. നിർമ്മാണ സർവീസ് PMI ഡാറ്റകളിൽ ഉണ്ടായ അപ്രതീക്ഷിത വർധനവ് വിപണിയെ കാര്യമായി സ്വാധീനിച്ചില്ല എന്ന് വേണം പറയാൻ. ബ്രിട്ടന്റെ 2ാം പാദ GDPയിലെ ഇടിവും ജർമ്മനിയുടെ പണപ്പെരുപ്പത്തിലെ കുറവും വിപണികൾക്ക് തിരിച്ചടിയായി. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ FTSE 100.48% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഡാക്സ് 1.81% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. CAC 40 3.21% ഇടിവും റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബർ 7-ന് വരുന്ന ബ്രിട്ടന്റെ ഹാലിഫാക്സ് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ആണ് വിപണി ശ്രദ്ധ ആകർഷിക്കുന്ന ഡാറ്റകളിലൊന്ന്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിന്റെ പ്രകടനം വിലയിരുത്താൻ ഈ ഡാറ്റ ഉപയോഗിക്കും.
അതിനുശേഷം ഒക്ടോബർ 10 ജർമ്മനിയുടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പ്രസിദ്ധീകരിക്കും. നിലവിൽ പണപ്പെരുപ്പ് മോഡറേറ്റ് റേഞ്ചിലേക്ക് ഉയരാത്തത് ജർമ്മനിയെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പണപ്പെരുപ്പവുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ ഈ ഡാറ്റ നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. അന്ന് തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് അക്കൗണ്ട്സും റിപ്പോർട്ട് ചെയ്യും. ബാങ്കിന്റെ ഭാവി നയങ്ങളെ സംബന്ധിച്ച സൂചനകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടോ എന്ന് വിപണി പരിശോധിക്കും. ഒക്ടോബർ 11 ബ്രിട്ടന്റെ ഓഗസ്റ്റ് മാസത്തിലെ GDP കണക്കുകളും അറിയാം. ഒപ്പം ജർമ്മനിയുടെ പണപ്പെരുപ്പ കണക്കുകളും അന്നേ ദിവസം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുക. ഏഷ്യൻ വിപണിയിലേക്ക് വരുമ്പോൾ ഒരു ലോങ് വീക്കെൻഡിൽ നിന്നാണ് ചൈനീസ് വിപണികൾ തിങ്കളാഴ്ച ട്രേഡിംഗ് ആരംഭിക്കുക. ചൈനീസ് സർക്കാരിന്റെ ഉത്തേജന പദ്ധതികളുടെ ഫലമായി ചൈനീസ് വിപണികളിൽ ട്രെൻഡ് റിവേഴ്സൽ നടന്നിരുന്നു. ഒപ്പം വിവിധ ഏഷ്യൻ വിപണികളിൽ നിന്ന് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുകയും ചൈനീസ് വിപണികളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ വൻതോതിലുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്ക് ചൈനീസ് വീണ്ടും ഒരു റാലിയിലേക്ക് നയിക്കുമോ എന്നതായിരിക്കും നിക്ഷേപകർ ഉറ്റുനോക്കുക. ശക്തമായ ഡാറ്റകളുടെ അഭാവത്തിൽ FPIകളുടെ നിക്ഷേപമായിരിക്കും ചൈനീസ് വിപണികളെ സ്വാധീനിക്കുന്ന പ്രധാന ഡാറ്റ. മിഡിൽ ഈസ്റ്റിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് പോയ വാരം കുതിച്ചു. ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 8.27% ഉയർന്ന് ബാരലിന് $77.72 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 8.04% നേട്ടത്തോടെ ബാരലിന് $74.93 എന്ന നിലയിലും അവസാനിച്ചു. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ച് $75.99 സപ്പോർട്ട് പരിഗണിക്കാം. തുടർന്ന് $74.36 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യും. $78.61 റേഞ്ചിലാണ് ആദ്യ റെസിസ്റ്റൻസ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $79.6, തുടർന്ന് $81.23 എന്ന നിലയിലാണ് അടുത്ത റെസിസ്റ്റൻസ്. WTI ക്രൂഡിനെ സംബന്ധിച്ച് $75.27 ആദ്യ റെസിസ്റ്റൻസ്. തുടർന്ന് 100 SMA ലെവലായ $75.77 റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു മേജർ റെസിസ്റ്റൻസ് മറികടക്കാനായാൽ 200 SMA ലെവലായ $77.1 ആണ് അടുത്ത മേജർ റെസിസ്റ്റൻസ്. സപ്പോർട്ട് ലെവലായി 55 SMA ലെവലായ $72.77 പരിഗണിക്കാം. തുടർന്ന് $71.46 സപ്പോർട്ടുണ്ട്. ശക്തമായ US നോൺ ഫാം പേറോൾ ഡാറ്റ വന്നത് ഫെഡ് പലിശ നിരക്ക് പ്രതീക്ഷിച്ച നിരക്കിൽ കുറയ്ക്കില്ല എന്ന സൂചന നൽകിയതോടെ സ്വർണ്ണവില ഇടിഞ്ഞു. പ്രതിവാര അടിസ്ഥാനത്തിൽ 0.18% ഇടിവോടെ ട്രൈ ഔൺസിന് $2653.27 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണത്തെ സംബന്ധിച്ച് വരുന്ന സെഷനുകളിൽ $2650 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഇത് ബ്രേക്ക് ചെയ്താൽ $2600 ആയിരിക്കും അടുത്ത സപ്പോർട്ട്. ഈ ഒരു ലെവലും മറികടന്നാൽ 50 SMA ലെവലായ $2524 സപ്പോർട്ടായി ആക്ട് ചെയ്യും. മറിച്ച് സ്വർണ്ണവിലയിലെ മുന്നേറ്റം തുടരുകയാണെങ്കിൽ $2670 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഈ ലെവൽ മറികടന്നാൽ സർവകാല ഉയരമായ $2685 റെസിസ്റ്റൻസ് കണക്കാക്കാം. 2700 എന്ന സൈക്കോളജിക്കൽ ലെവലിലും റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. കരുത്താർജിക്കുന്ന ഡോളർ ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയാവുകയാണ്. പ്രതീക്ഷിച്ചതിലും താഴ്ന്ന സെപ്റ്റംബറിലെ സർവീസ് PMI ഡാറ്റയും വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തി. പ്രതിവാരത്തിൽ 0.41% ഇടിവോടെ 84 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡോളറിനെതിരെയുള്ള രൂപയുടെ ഓൾ ടൈം ലോ ആയ 84.15 രൂപയിലാണ് വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. തുടർന്ന് 84.5 രൂപ എന്ന ലെവലിലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്തെ 83.8 രൂപ റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. തുടർന്ന് 100 EMA ലെവലായ 83.65 രൂപയിലും റെസിസ്റ്റൻസ് പരിഗണിക്കാം. F&O ട്രേഡിംഗിൽ സെബി നടപ്പിലാക്കിയ പരിഷ്കരണ നടപടികളും ചൈനയുടെ സ്റ്റിമുലേറ്റ് പാക്കേജും പോയ വാരത്തിൽ വിദേശ നിക്ഷേപകരെ നെറ്റ് സെല്ലേഴ്സ് ആക്കി മാറ്റി. 4 സെഷനുകളിൽ മാത്രമായി FII വിറ്റഴിച്ചത് 40,511.6 കോടി രൂപയുടെ ഓഹരികളാണ്. എന്നാൽ ആഭ്യന്തര നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പിന്തുണ വിപണിക്ക് ലഭിച്ചു. 33,074.5 കോടി രൂപയുടെ നിക്ഷേപം DII നടത്തി. ഇന്ത്യൻ മാക്രോ തലത്തിൽ പോയ വാരം ധനക്കമ്മി കണക്കുകൾ വന്നിരുന്നു. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ ധനക്കമ്മി 4.35 ട്രില്യൺ രൂപയായി. ഫോറിൻ ഡെപ്റ്റ് ആകട്ടെ 682.3 ബില്യൺ രൂപയായും ഉയർന്നു. എന്നാൽ HSBC മാനുഫാക്ചറിംഗ് സർവീസ് PMI പ്രതീക്ഷിച്ചതിലും കുറവാണ് രേഖപ്പെടുത്തിയത്. വരുന്ന വാരം ഒക്ടോബർ 7 മുതൽ 9 വരെ നടക്കുന്ന RBIയുടെ MPC യോഗമാണ് ഇന്ത്യൻ വിപണിക്ക് നിർണായകം. ആഗോളതലത്തിൽ പ്രധാന സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ച സാഹചര്യത്തിൽ RBIയുടെ തീരുമാനം ഏറെ ശ്രദ്ധ നേടും.
തുടർച്ചയായ 9 യോഗങ്ങളിലും നിരക്കിൽ മാറ്റമില്ലാതെ തുടർന്നിരുന്നു. പണപ്പെരുപ്പം ലക്ഷ്യപരിധിക്കുള്ളിൽ തുടരുന്നുണ്ടെങ്കിലും ഉടനടി നിരക്ക് കുറയ്ക്കുന്ന നടപടികൾ സ്വീകരിക്കില്ല എന്നതാണ് ഗവർണർ ശക്തികാന്ത ദാസ് മുൻപ് പ്രസ്താവിച്ചിരുന്നത്. അതിനാൽ തൽസ്ഥിതി തുടരാനാണ് സാധ്യത. എങ്കിലും ഹോക്കിഷ് സ്റ്റാൻസ് തുടർന്നതിൽ നിന്നും വ്യത്യസ്തമായി ഡോവിഷ് സ്റ്റാൻസ് ഉണ്ടായേക്കാമെന്ന് വിദഗ്ധർ അനുമാനിക്കുന്നു. അത്തരത്തിലുള്ള നീക്കം വിപണിയിലും അനുകൂലമായി സ്വാധീനിച്ചേക്കാം, പ്രത്യേകിച്ചും ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് സെക്ടേഴ്സായ ബാങ്കിംഗ്, റിയൽറ്റി, ഓട്ടോ സൂചികകളെ. നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയുക ഒക്ടോബർ 9 ബുധനാഴ്ചയാണ്. ഒക്ടോബർ 11 വെള്ളിയാഴ്ച ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകൾ, മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് കണക്കുകൾ എന്നിവ വരുന്നുണ്ട്. ജൂലൈയിൽ 4.8% വ്യാവസായിക ഉൽപാദനം. ഓഗസ്റ്റിൽ ഇതിൽ വർധനം ഉണ്ടായോ എന്നത് വിപണി വീക്ഷിക്കും. ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് കണക്കുകളാവട്ടെ ഓഗസ്റ്റിൽ 3.2% നിന്നും 4.6% വർദ്ധിച്ചിരുന്നു. ഈ വർധനവ് തുടരുമോ എന്നതും ശ്രദ്ധേയമാകും. ഒപ്പം പതിവ് പോലെ വെള്ളിയാഴ്ച ഫോറക്സ് കണക്കുകളും അറിയാം. തുടർച്ചയായ 7 ആഴ്ചകളിലും കുതിപ്പ് രേഖപ്പെടുത്തിയ ഫോറക്സ് സെപ്റ്റംബർ 27 അവസാനിച്ച വാരത്തിൽ ആദ്യമായി $700 ബില്യൺ മറികടന്നു. ഫോറക്സ് റിസർവ് 12.6 ബില്യൺ ഉയർന്ന് $704.89 ബില്യൺ കോർപ്പറേറ്റ് തലത്തിൽ വരുന്ന ആഴ്ച റിസൾട്ട് സീസൺ ആരംഭിക്കും. IT ഭീമന്മാരായ TCS, ടാറ്റ എൽഎക്സി എന്നിവയുടെ റിസൾട്ടുകളാണ് ഇതിൽ പ്രധാനം. 10-ാം തീയതിയാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുക. പൊതുവെ മിക്സഡ് ഡിമാൻഡാണ് IT സർവീസിൽ കണ്ടത്. എങ്കിലും US-ലെ BFSI സെഗ്മെന്റിൽ ശക്തി പ്രാപിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ UK, യൂറോപ്പ് മേഖലകളിൽ ചിലവ് ചുരുക്കിക്കൊണ്ടുള്ള നടപടികൾ ക്ലയന്റുകൾ സ്വീകരിക്കുന്നതിനാൽ അത് എത്രത്തോളം മേജർ IT ഭീമന്മാരെ ഇമ്പാക്ട് ചെയ്തു എന്നത് റിസൾട്ടുകളിൽ നിന്ന് വ്യക്തമാകും. ലാർജ് ക്യാപ് IT കമ്പനികൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അടിസ്ഥാനത്തിൽ കോൺസ്റ്റന്റ് കറൻസിയിൽ 0 മുതൽ 3.5% വളർച്ച കൈവരിക്കുമെന്നും മിഡ് ക്യാപ് കമ്പനികൾ 2.8% മുതൽ 4.6% വരെ വളർച്ച കൈവരിക്കുമെന്നുമാണ് അനലിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. IREDA ആണ് അന്നേ ദിവസം റിസൾട്ട് പുറത്തുവിടുന്ന മറ്റൊരു പ്രധാന കമ്പനി. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനിൽ മാത്രം നിഫ്റ്റി കൂപ്പുകുത്തിയത് 2.5%-ലധികം. പോയ വാരം 4.7% പ്രതിവാര ഇടിവാണ് സൂചിക രേഖപ്പെടുത്തിയത്. നിഫ്റ്റിയുടെ നിർണായക സപ്പോർട്ട് നിലയായ 25,000 താഴെ സൂചിക ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെപ്റ്റംബറിലെ ഏറ്റവും താഴ്ന്ന നിലയായ 24,750 20 വീക്ക്ലി EMA ആയ 24,500 വരെ ഇടിഞ്ഞേക്കാം എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. HDFC സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത് 25,000 സൂചികയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്നാണ്. അടുത്ത ആഴ്ച തുടക്കത്തിൽ ഒരു മൈനർ അപ്സൈഡ് ബൗൺസും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഇത് സെൽ ഓൺ റൈസ് അവസരമാകുമെന്നാണ് വിലയിരുത്തൽ. 25,000 24,950 ലെവലിന് താഴേക്ക് ഇടിയുകയാണെങ്കിൽ ഷോർട്ട് ടേമിൽ തന്നെ 24,500 വാതിൽ തുറക്കും. അപ്സൈഡിലേക്ക് വരുമ്പോൾ 25,300 റെസിസ്റ്റൻസ് ആയി അദ്ദേഹം കാണുന്നത്. പോയ വാരത്തിൽ അതിശക്തമായ സെൽ ഓഫിനെ തുടർന്ന് ബാങ്ക് നിഫ്റ്റി 51,500 കൈവിടുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. വെള്ളിയാഴ്ച ആദ്യ ട്രേഡിംഗ് സെഷനിൽ 650 പോയിന്റ് ഏറെ മുന്നേറിയ സൂചിക പിന്നീട് 1000 പോയിന്റിന്റെ ഇടിവോടെ 51,462 ക്ലോസ് ചെയ്തു. തുടർച്ചയായ 5 ദിവസത്തെ സെൽ ഓഫിൽ ബാങ്ക് നിഫ്റ്റിയിൽ 2,736 പോയിന്റ് ഇടിഞ്ഞ് 4.44% പ്രതിവാര ഇടിവ് പ്രകടമാക്കി. SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാരുടെ അഭിപ്രായത്തിൽ ബാങ്ക് നിഫ്റ്റിയുടെ 100-ഡേ EMA ആയ 51,000 50,900 എന്ന റേഞ്ചാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. 50,900 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ വീണ്ടും ശക്തമായ കറക്ഷൻ നേരിട്ടേക്കാം. തുടർന്ന് 50,400 50,300 ഒരു സപ്പോർട്ടായി നിലനിൽക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. SSC മെഹ്ത്ത ഇൻവെസ്റ്റ്മെന്റിലെ ഹൃഷികേഷ് യാദവെ പറയുന്നത് ഡൗൺ സൈഡിൽ 100-ഡേ SMA ആയ 51,900 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉണ്ടാകും എന്നാണ്. ഇത് സൂചികയ്ക്ക് ഒരു പ്രധാന പിന്തുണ നിലയായിരിക്കും. 51,900 51,000 എന്ന റേഞ്ച് സസ്റ്റെയിൻ ചെയ്യാൻ സൂചികയ്ക്ക് കഴിഞ്ഞാൽ 52,000 52,500 ഒരു മൈനർ അപ്സൈഡ് മൂവ്മെന്റ് കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ആഗോള അനിശ്ചിതാവസ്ഥകൾ തുടരുമ്പോൾ വരുന്ന ആഴ്ച ശക്തികാന്ത ദാസിന്റെ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഒപ്പം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുമായിരിക്കും നിക്ഷേപകർ ഉറ്റുനോക്കുക. നിലവിലെ വിൽപ്പനാ സമ്മർദ്ദം തുടരുമോ അതോ ഒരു റിക്കവറി വിപണിയിൽ സാധ്യമാകുമോ എന്നതും നിക്ഷേപക ശ്രദ്ധ നേടും. മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങളും അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:00 മാർക്കറ്റ് പ്ലസിൽ കാണാം.